ഒരു പതിറ്റാണ്ട് കാലത്തോളമായി നമ്മുടെ പ്രദേശത്തെ വിജ്ഞാനത്തിൻ്റെ പുതിയൊരു വാതായനം തുറന്നുകൊണ്ടാണ് മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു മഹത്തായ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ആ ട്രസ്റ്റിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക മൂല്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ഒരു മഹത്തരമായ ഒരാശയം മുറുകെ പിടിച്ചുകൊണ്ടാണ് മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂൾ ഒരു പതിറ്റാണ്ടിലേറെ കാലമായിട്ട് നമ്മുടെ പ്രദേശത്തെ വിജ്ഞാനത്തിൻ്റെ നിറകുടമായി നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പുതിയ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ രീതി വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെയാണ് മൗണ്ട് ഹിറ വ്യത്യസ്തമാകുന്നത്. സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 12 വർഷക്കാലമായി മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂൾ നമ്മുടെ പ്രദേശത്തിന്റെ ഒരു വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം തൂങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും പറയുമ്പോൾ മൗണ്ട് ഹിറ നിൽക്കുന്ന സ്ഥലം കൊട്ടക്കുണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു. പാമ്പുകളും കുറുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം അത് വിജ്ഞാനത്തിന്റെ ഒരു നിറകുടമായി മാറ്റിയത് അവിടുത്തെ ഡയറക്ടർമാരുടെ നിതാന്തമായ ജാഗ്രതയും അവരുടെ അർപ്പണ ബോധവുമാണ് ഈ സ്ഥാപനത്തെ ഈ മുന്നോട്ടെത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അത് അങ്ങനെയാണ്. ഫറൂഖ് കോളേജിന്റെ ചരിത്രത്തിൽ പറയുമ്പോൾ അവിടെ പറയലുണ്ട്, അത് ഓരിപ്പുറക്കന്മാർ ഓരിയിടുന്ന വിജ്ഞാനത്തിന്റെ ഒരു പ്രദേശത്തെ വിജ്ഞാനത്തിന്റെ ഒരു നിറകുളമാക്കി മാറ്റിയെന്ന് ഫറൂഖ് കോളേജിനെ പറ്റി പറയാറുണ്ട്. അതുപോലെ അതിനേക്കാൾ ഒരു പ്രശ്നമുള്ള ഒരു പ്രദേശമായിരുന്നു നമ്മുടെ കൊട്ടക്കുണ്ട് എന്ന് പറയുന്ന ആ പ്രദേശം. പക്ഷെ ആ പ്രദേശം ഇപ്പോ വാഹന സൗകര്യവും എല്ലാം ഒക്കെയായി ഒരു വലിയ വിജ്ഞാനത്തിന്റെ ഗോപുരമായി മൗണ്ട് ഹിറ അവിടെ തിളങ്ങി നിൽക്കുകയാണ്. അതിൽ എത്രയോ കടപ്പെട്ട പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട്. അവിടെ ഒക്കെ പ്രിയങ്കരനായ നമ്മുടെ ഒരു പിതാവും ഇതിന്റെ ഒക്കെ ഉപദേഷ്ടാവുമായിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ വില്ലൂർ മുഹമ്മദ് കുട്ടി സാഹിബ്, അദ്ദേഹത്തിന്റെ വലിയ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഈ മൗണ്ട് ഹിറയെ എത്രത്തോളം എത്തിക്കുന്നതിൽ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി നമ്മളിൽ നിന്ന് അദ്ദേഹം വിട പറഞ്ഞു പോയി. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അലി ഹസൻ സാർ, SBI ബാങ്കിൽ നിന്ന് എത്രയോ കാലങ്ങളായി അവിടെ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന് ഇന്ത്യയുടെ അകത്തും പുറത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ ജോലി ചെയ്ത് വലിയ ഒരു ആത്മവിശ്വാസം നേടിയെടുത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ അലി ഹസൻ സാറ്, അവർ രണ്ടുപേരും ഞങ്ങളുടെ ഈ ഒരു വേദിയിൽ ഇല്ല എന്ന ഒരു സങ്കടകരമായ അവസ്ഥ ഈ സമയത്ത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അവരെ നിങ്ങളെ ഈ 12ാം വാർഷികത്തിൽ ഞാൻ അവരെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് തന്ന വലിയ താങ്ങും തണലും ഉണ്ടായിരുന്നു. ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് അവർ കാണിച്ചു തന്ന വിജ്ഞാനത്തിന്റെ ചില ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ സ്ഥാപനത്തെ ഇത്ര മേലെത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടിസ്ഥാന കാര്യങ്ങൾ ഇനിയും കുറെ കൂടി ഡെവലപ്പ് ചെയ്ത് പോകാനുണ്ട്. അതിന് വേണ്ട സ്ഥലം നമ്മൾക്ക് അവിടെ ഉണ്ട് എന്നുള്ളത്. ഏകദേശം 5 ഏക്കറോളം നിലനിൽക്കുന്ന ഒരു വലിയ സ്ഥലം നമുക്ക് അവിടെ ഉണ്ട്. അവിടെ ഇപ്പോ 7ാം ക്ലാസ് വരെയാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇനിയും അതിന്റെ മുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. കോളേജ് അടക്കമുള്ള ഹയർ സെക്കൻഡറി അടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് മൗണ്ട് ഹിറയ്ക്ക് കടന്നു ചെല്ലാറുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയാണ് നിങ്ങൾക്ക് നാളിൽ വരെ ഈ സ്ഥാപനത്തെ മുന്നോട്ടെത്തിക്കുന്നതിൽ ഞങ്ങൾ ഉപയോഗിച്ച ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം കേവലം 45 കുട്ടികളെ മാത്രമാണ് നമ്മൾ എടുത്തത്. കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ വർഷം കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് സ്ഥാപനത്തെ പുതിയൊരു മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് പുതിയ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ നിതാന്തമായ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം ഇനിയും തുടരുമെന്നാണ്. തൊട്ടടുത്ത് ഞങ്ങളുടെ സ്പോർട്സ് പാർക്ക് അടക്കമുള്ള അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളൊക്കെ മൾട്ടിപ്പിൾ ടാലന്റഡ് ആയ കുട്ടികളാണ്. അവർക്കിടയിലെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർ പലതരത്തിലുള്ള അഭിരുചികൾ അത് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ചെറുപ്പകാലത്തിൽ തന്നെ അതിനുള്ള വലിയ ട്രെയിനിങ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് മൗണ്ട് ഹിറയിലെ സ്ഥാപനത്തിലെ മേധാവികളും അവിടുത്തെ ജീവനക്കാരടക്കമുള്ള ആളുകൾ. നമ്മുടെ ജീവനക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഫിമാർ, ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റിന്റെ വാഫിമാർ കഴിഞ്ഞ 3 വർഷക്കാലമായി സംസ്ഥയിലെ 10 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ അതില് പ്ലസ് അടക്കം കിട്ടിയത് നമ്മുടെ സ്ഥാപനത്തിലാണ് കഴിഞ്ഞ 2 വർഷം എന്നുള്ളത് ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട വാഫിമാരടക്കമുള്ള ആളുകളാണ് അവിടെ മതവിദ്യാഭ്യാസം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത്. മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
മേഖലയിലൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ധാർമ്മിക മൂല്യത്തോടു കൂടി വാഫികൾ തന്നെ നമുക്ക് കൊടുക്കുന്നത് നമ്മുടെ മൗണ്ട് ഹിറയിൽ മാത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരുമില്ല. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അറിവ് സമ്പാദിക്കുക എന്നതിന് പകരം തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ തിരിച്ചറിവ് ഏറ്റവും ചെറുതായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രമേ അവരൊരു ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഭാവിയുടെ പൗരന്മാരായി ഈ സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കൂ എന്നുള്ളത് നമ്മൾ ഓർത്തുകൊണ്ടാണ് മൗണ്ട് ഹിറയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നൽകുന്ന ബാലപാഠം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ ആത്മാർത്ഥമായ പ്രിയപ്പെട്ട പ്രിൻസിപ്പളുടെ നേതൃത്വത്തിലുള്ള ടീം അതൊരു സജ്ജരായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മൗണ്ട് ഹിറയിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ പ്രദേശത്തിന്റെ, അതായത് പ്രത്യേകിച്ച് വട്ടപ്പാറയിലും കത്തിപ്പയിലും പ്രദേശത്തിന്റെ വിജ്ഞാനത്തിന്റെ ഒരു വലിയ വാതായനങ്ങൾ തുറക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് ഞങ്ങളുടെ മൗണ്ട് ഹിറ. കേവലം 10 വർഷങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ബിൽഡിങ്ങും അതുപോലെ തന്നെ 5 ഏക്കർ സ്ഥലമൊക്കെ ആയത് തന്നെ വലിയ പരിവർത്തനമാണ്. ഇനിയും ആ പരിവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയുന്നത്. ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ മൈൻഡ് സെറ്റ് ചെയ്യുക എന്നതാണ്. മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അവരെ മൈൻഡ് സെറ്റ് ചെയ്താൽ മാത്രമേ അവർ മൂല്യബോധമുള്ള ധാർമ്മിക ബോധമുള്ള ഒരു ഉത്തമ സമൂഹമായി മാറാൻ സാധിക്കൂ. അത്തരം പ്രക്രിയയാണ്, ഒരു പരിവർത്തനമാണ് മൗണ്ട് ഹിറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഇനി തുടരേണ്ടതുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഒട്ടനവധി പരിപാടികൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചടങ്ങ് വളരെ കൃത്യമായി നിങ്ങളുടെ എല്ലാവർക്കും ഞങ്ങളുടെ സാന്നിധ്യമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ